ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. നമ്മളെ ഇങ്ങനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? നമ്മളിങ്ങനെ വന്ന് നിങ്ങളോട് കഥ പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മൾ എന്തെങ്കിലും വീഡിയോകളൊക്കെ എടുത്ത് വെച്ചതാണ് നിങ്ങളെ മുന്നിൽ ഓരോ ദിവസവും എത്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും ചേച്ചി ഫാൻ ഇട്ടട്ടെ, ഫാൻ അണച്ചിട്ടിട്ട് കഥ പറയാമെന്ന് കരുതിയിട്ടേ. ഫാനിൻ്റെ സൗണ്ട് കേൾക്കും നമ്മുടെ വോയിസിൽ, അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാ സുഹൃത്തുക്കളെ, ഫാൻ ഇല്ലാണ്ട് ഒരു നിമിഷം ഇരിക്കാൻ പറ്റൂല. നമ്മളെ ജീവൻ പോണ ചൂടാണേ, പ്രാണൻ അങ്ങ് സ്വർഗത്ത് പോകും, അത്ര ചൂടും പരവേശമൊക്കെയാണ്. അപ്പം അത് ഇട്ടപ്പോൾ അതിൻ്റെ സൗണ്ട് കയറി വരും, അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട് കഥ പറയാമെന്ന് കരുതിയാൽ പറ്റൂല. അപ്പം എല്ലാവരും വോട്ടിടാനൊക്കെ പോയോ? ചേച്ചിയും പോയി കേട്ടോ, കണ്ടോ? വോട്ടിടാൻ പോയ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നേ. ഞാൻ വോട്ടിടാൻ വൈകിയാണ് പോയത്, 5 മണി കഴിഞ്ഞാണ് പോയത്. തിരക്കൊക്കെ കഴിയട്ടെന്ന് കരുതി 5 മണി കഴിഞ്ഞിട്ട് പോകാം, 6 മണി വരെ ഉണ്ടല്ലോ വോട്ട്. അപ്പം 5 മണി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇരുന്ന്. അപ്പം എന്നെ കാണാത്തതുകൊണ്ട് നമ്മളെവിടെ ബൂത്തിൽ നിന്ന് വിളിച്ചിരുന്നു. നമ്മളവിടെ ചെല്ലാത്തത് കൊണ്ട് നമ്മളവിടെ ചെല്ലുന്നത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മളെ പേരൊക്കെ പോണവരെയും പോവാത്തേക്കെ ലിസ്റ്റ് അവർക്ക് അറിയാൻ പറ്റും. 5 മണിയായപ്പോഴത്തേക്ക് ബൂത്തിൽ നിന്ന് വിളിക്കുന്നു, കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരും, 6 മണി വരെ ഓട്ടമുണ്ടല്ലോ, തിരക്കൊന്ന് കുറയട്ടെ എന്ന് കരുതി. പക്ഷെ അവിടെ ചെന്നിട്ട് ഇത്തിരി 5 മണി 5:30 ആയിട്ടും തിരക്കൊന്ന് പറയുമ്പോൾ ഒരു 7-8 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ പോയി നമ്മളെ സ്ഥാനാർത്ഥിക്കും നമ്മൾ വോട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിരിക്കുമല്ലോ നമുക്കിവിടെ. അപ്പോൾ എന്ത് പറയുന്നു? ചേച്ചിയുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ചേച്ചി കുറേ ഷോർട്ട് വീഡിയോ ഇട്ടില്ല. നമ്മൾ അമ്പലത്തിൽ, ചേച്ചി എപ്പോഴും പറയും അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്പലത്തിൽ ഏപ്രിൽ 24-ാം തീയതി അമ്പലത്തിൽ പ്രതിഷ്ഠാ വാർഷികമായിരുന്നേ. കഴിഞ്ഞ വർഷം ആയിരുന്നു മേടത്തിലെ ചോതിയിലായിരുന്നു, കഴിഞ്ഞ വർഷമായിരുന്നു നമ്മൾ ആ ഒരു കുഞ്ഞമ്പലമൊക്കെ വെച്ച് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങിയത്. അപ്പോൾ ഒരു വർഷം ആയി. അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാ വാർഷികമായിരുന്നു ഏപ്രിൽ 24-ാം തീയതി. അപ്പോൾ ഉത്സവമൊക്കെ നല്ല ഭംഗിയായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് അങ്ങനെ ആരുമില്ല കേട്ടോ. ഞങ്ങൾ കൂടപ്പിറപ്പ് 4 പേര്, ഞാനും ചേച്ചി, എൻ്റെ അനിയനും ചേട്ടനും, ഞങ്ങൾ 4 പേരും കൂടെയുള്ള ഞങ്ങളെ പരിധിക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉത്സവമൊക്കെ എടുത്ത്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ, അമ്മയ്ക്ക് തൃപ്തിയാവുന്ന രീതിയിൽ, പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്ത് തൃപ്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്പലം അടച്ചിട്ടേക്കാണ്, 7 ദിവസം കഴിഞ്ഞ് അമ്പലം തുറക്കുകയുള്ളൂ. അപ്പം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനും അമ്പലമായിട്ടൊരു കഥയുണ്ടെന്ന്. പലവട്ടം ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറയുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് എന്ത് ഇതാവും എന്തോ. എന്തായാലും എന്നെ അറിയുന്നവർക്കും ഈ ചുറ്റും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. നമ്മളെ ഈ നാട്ടിലും നമ്മളെ പരിസരത്തുള്ളവർക്കുമൊക്കെ ഞാനും ആ അമ്പലവുമായിട്ടുള്ള കഥയൊക്കെ അറിയാം. നമ്മളെ അറിയാത്ത നമ്മളെ കുറേ കൂട്ടുകാരൊക്കെ അങ്ങ് ദൂരെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഫാമിലി മെമ്പേഴ്സായ കുറേ പേരുണ്ടല്ലോ, അവർക്കൊന്നും അറിഞ്ഞൂടല്ലോ നമ്മളെ കഥയൊന്നും. അപ്പം ഞാൻ ആ കഥ പറയണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോഴത്തേക്ക് മക്കൾ വിചാരിക്കും അമ്മ എന്തിനാ അതൊക്കെ പബ്ലിക്കിൽ പറയാൻ പോണേന്ന്. നമ്മളിപ്പോൾ അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മളെ കുടുംബം പോലെയാണ് നിങ്ങൾ. നമ്മളെ കുടുംബത്തിൽ എന്ത് നടന്നാലും, അത് നല്ലതായാലും ചീത്തയായാലും നന്മയായാലും തിന്മയായാലും വിഷമമായാലും സന്തോഷമായാലും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും, കല്യാണം വന്നാലും, പാല് കാച്ച് വന്നാലും, നൂലുകെട്ട് വന്നാലും, മരണം വന്നാലും, ചോറൂണ് വന്നാലും, എന്ത് വിശേഷങ്ങൾ വന്നാലും ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു കുഞ്ഞു വീഡിയോയെങ്കിലും എടുത്ത് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിക്കാറുണ്ട്. നമ്മളെ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ചാനൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങി നമ്മൾ ഇടപഴകാൻ തുടങ്ങിയതിന് ശേഷം എന്നെ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊക്കെ
അന്നുള്ള കഥകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഈ കഥയും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളാരും നമ്മളങ്ങനെ വേറൊന്നും പറയില്ല കേട്ടോ. ചിലപ്പോൾ ഇതിപ്പോൾ ഒരാൾ രണ്ടുപേരൊന്നും അല്ലല്ലോ, പബ്ലിക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ലോകം മൊത്തം ഉള്ള ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്നതിൽ അന്ധവിശ്വാസമുള്ളവരായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരും നമ്മളെ മോശം കമൻ്റ് ഒന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ മടിക്കുന്ന കാര്യം അതാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് ട്രോളും കൊണ്ട് ഓരോരുത്തർ വരും കേട്ടോ. അതുകൊണ്ടാണ് പിള്ളേർക്കും ഇഷ്ടം കാണില്ല നമ്മളിത് പറയുന്നത്. എന്നാലും ഞാൻ എന്നും അമ്പലത്തിൽ പോകുന്നെന്ന് പറയല്ലേ. അപ്പം ഞാൻ കരുതി എന്തായാലും എൻ്റെ ആ കഥ നിങ്ങളോട് പറയാമെന്ന് കരുതി. പക്ഷെ ആ കഥ പറഞ്ഞു വരുമ്പോൾ എന്ത് സമയം എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്ര മിനിറ്റ് ആകുമെന്നോ എത്ര സമയം എടുക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും എൻ്റെ ആ കഥ നിങ്ങളോട് പറയാം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ മണിച്ചിത്ര താഴ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കഥയാണ്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. അതിൽ ശോഭനയുടെ അഭിനയമൊക്കെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലത്തെ പണ്ട് കുഞ്ഞുങ്ങൾക്ക് മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കൂലേ, അതുപോലത്തെ ഒരു കഥയാണ്. മണിച്ചിത്രത്താഴിൻ്റെ നാഗവല്ലിയുടെ കഥ അറിയാവോ? അതുപോലൊരു കഥയാണ് എൻ്റെ കഥ. അപ്പം നിങ്ങളോട് കഥ എനിക്ക് പറയണമെന്നുണ്ട്. ഇപ്പം എത്ര മിനിറ്റ് ആയോ എന്ന് ഞാൻ നോക്കട്ടെ സമയം. ഇപ്പം തന്നെ 7 മിനിറ്റ് കൂടുതലായി കേട്ടോ. ഞാൻ ഈ കഥ ഇനി പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്ത് സമയം എടുക്കുന്നു പറയുമ്പോൾ നമ്മളെല്ലാം വ്യക്തമായിട്ട് പറയണമല്ലോ. ഒന്നും നിർത്തി ഒന്നും പറയാൻ പറ്റൂലല്ലോ. നമ്മൾ ആ തുടക്കം മുതലുള്ള കഥ പറയേണ്ടി വരും. എനിക്ക് പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അമ്മയെ പറ്റി പറയുന്നതിൽ എനിക്കൊരു ഇതുമില്ല. അതിൽ ആരെന്തെങ്കിലും മോശം കമൻ്റ് ഇട്ടാലോ നമ്മളെ ട്രോളാൻ വന്നാലോ ആൾ ദൈവം എന്ന് പറഞ്ഞാലോ ഒന്നും അത് നിങ്ങളോട് എനിക്ക് എപ്പോഴായാലും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴായാലും അതൊക്കെ പറയേണ്ടി വരും. ഇപ്പം നമ്മളെ അറിഞ്ഞൂടാത്ത ദൂരെ ഇരുന്ന് നമ്മളെ ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ നമ്മളെ പറ്റി അറിഞ്ഞൂടാത്ത നമ്മളെ ചുറ്റുവട്ടത്തും നമ്മളെ പരിസരത്തുള്ളവർക്കും നമ്മളെ ബന്ധുക്കൾക്കും ഒക്കെ അറിയാവുന്ന കഥയാണ്. അപ്പം എന്നെ അറിഞ്ഞൂടാതെ നമ്മളെ വിശേഷങ്ങൾ ദൂരെ ഇരുന്ന് കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനതൊക്കെ ആ കഥ പറയുന്നതായിരിക്കും. ഇപ്പം പറയണോ നാളെ പറയണോ എന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് പറയുന്ന ഒരു മൂഡ് നാളെ കാണൂല കേട്ടോ. ഇന്ന് പറയേണ്ട കഥ നാളെ പറയാൻ നമുക്ക് ആ മൂഡ് നാളെ അങ്ങ് പോകും. പക്ഷെ ഇന്ന് ഞാൻ ആ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കും എത്ര മിനിറ്റ് ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമോ ഇല്ലേ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല. 5 മിനിറ്റ് 10 മിനിറ്റിനകത്തുള്ള വീഡിയോ എടുക്കണമെന്നാണ് നമുക്ക് താല്പര്യം. നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റുള്ള വീഡിയോ ഒക്കെ എടുത്താൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബോറടിയായിരിക്കും. അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ഫേമസ് ആയ യൂട്യൂബറായിരിക്കണം. നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്, കണ്ടാലും മതിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്ക് ഫേമസ് ആയ യൂട്യൂബറായിരിക്കണം. നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പാവം പിടിച്ച് ഒരു കുഞ്ഞു ചാനൽ ഉള്ള നമ്മളാണേ. അപ്പം നമ്മളെ വീഡിയോയ്ക്ക് ലെങ്ത്തൊക്കെ കൂടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടി തോന്നും. അവരത് കട്ട് ചെയ്തിട്ട് പോവും. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ വേസ്റ്റാവും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കയറി 7 മിനിറ്റ് 8 മിനിറ്റ് ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോ ഇട്ട് നിർത്തുന്നത്. നമ്മളൊരു കല്യാണ വീഡിയോ ഇട്ടിരുന്നല്ലോ, അത് വേണമെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പ് വീഡിയോ ഇടായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ 3 വീഡിയോ ഇട്ടിട്ടത്. അപ്പോൾ എന്തായാലും ചേച്ചി കഥ പറയാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പാക്കിയാണ്. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ കഥ പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇട്ട് ഇന്നിടാൻ പറ്റുമെങ്കിൽ ഇന്നിടാം, ഇല്ലെങ്കിൽ നാളെ ഇടാം. എന്തായാലും കഥ ഞാൻ പറയുന്നതായിരിക്കും, നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ കഥ കേട്ടിട്ട് ആരും ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചി ആരും മറ്റുള്ള രീതിയിലൊന്നും ഒന്നും പറയില്ല കേട്ടോ. ചേച്ചിയുടെ ജീവിത അനുഭവമാണ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കഥ പറയുന്നതായിരിക്കും. കഥ പറയുന്ന വീഡിയോയുമായിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പം തന്നെ ഒരു 7-10 മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട്.
അപ്പം എല്ലാവരും ഇത് കാണണം. ഇത് കണ്ടതിന് ശേഷം ചേച്ചിയുടെ കഥ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കേ.